ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹിൽ സ്റ്റാർ ഷെയർ ടിപ്പിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 9 സ്റ്റെപ്സ് ആണ്. ഈ 9 സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠനത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ റിവിഷൻ പ്ലാനിലൊക്കെ ആയാലും നമുക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനും നമുക്ക് പരീക്ഷയിലൊക്കെ എത്തുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു 9 സ്റ്റെപ്സാണ്. ഇത് കൂടുതലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷയിലായാലും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ടെസ്റ്റിലായാലും അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനൊക്കെ ആയി നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ 9 സ്റ്റെപ്പിന് നമുക്ക് ഓർത്തിരിക്കുക എളുപ്പത്തിന് വേണ്ടി CHIRST ഡേ അല്ലെങ്കിൽ DAY നമ്മൾ കൂട്ടി കഴിയുമ്പോൾ ക്രൈസ്റ്റ് ഡേ. ഈ ഒരു വേർഡ് നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇത് 9 വാക്കുകളാണ് അല്ലേ. അപ്പോൾ ഈ 9 വാക്കുകൾ ആ ഓരോ അക്ഷരങ്ങൾ എന്തൊക്കെയാണ് പ്രദാനം ചെയ്ത് നോക്കാം. ആദ്യത്തെ സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. നമ്മൾ പഠിക്കുമ്പോൾ നല്ല രീതിയിലൊരു ഫോക്കസ് അല്ലെങ്കിൽ നല്ല കോൺസെൻട്രേഷൻ നമ്മൾ ആ പഠന വിഷയത്തിൽ ഏകാഗ്രതയോടെ മുഴുകിയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കത് അതിൻ്റെ കൺസെപ്റ്റൊക്കെ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ പദമായ H, ഹൈ ഇൻട്രസ്റ്റ്. നമുക്ക് നല്ലൊരു ഇഷ്ടം ഉണ്ടായിരിക്കും, നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം ആ വിഷയത്തിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് തോന്നും. നമുക്ക് നോക്കിയറിയാം, നമുക്ക് എളുപ്പമുള്ള വിഷയം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉള്ള വിഷയമായിരിക്കും നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിഷയം എന്തുകൊണ്ടാണ് പാടായിരിക്കുന്നത്? നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം, അതിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങണം. അപ്പോൾ എന്ത് ചെയ്യും? നമുക്കത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. അടുത്ത I ആണ്. I എന്ന് പറയുന്ന ഇൻ്റർവൽ ഉണ്ടായിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂർ 6 മണിക്കൂർ 10 മണിക്കൂർ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളൊരു കുറച്ച് നേരം പഠിച്ച ശേഷം ഒരു ഇൻ്റർവൽ എടുക്കുക. ഇപ്പം നമ്മൾ പുറാണ ടെക്നിക്ക് പ്രകാരം 25 മിനിറ്റ് പഠിച്ച ശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക്, പിന്നെ 25 മിനിറ്റ് പഠിക്കുക, ഒരു 5 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഇൻ്റർവൽ എടുക്കുക. പിന്നെ 6 റിവിഷൻ പ്ലാൻ. നമുക്ക് എപ്പോഴും ഒരു റിവിഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കത് കണക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാകാൻ പറ്റും നമ്മൾ എവിടം വരെ എത്തി, നമ്മുടെ സ്റ്റഡി മെത്തേഡ് എവിടം വരെ എത്തി, നമുക്ക് ഇനി എന്തോരം കവർ ചെയ്യാനുണ്ട്, നമുക്ക് പരീക്ഷ ആകുമ്പോഴത്തേന് എന്തോരം കവർ ചെയ്യാൻ, നമുക്ക് എത്ര തവണ റിവിഷൻ ചെയ്യണം, എല്ലാം കൃത്യമായിട്ട് നമ്മളുടെ തന്നെ ഒരു റിവിഷൻ പ്ലാൻ സെറ്റ് ചെയ്യുക. S എന്ന് പറയുന്ന സെൻസ് അല്ലെങ്കിൽ റീഡിങ്, ലിസണിങ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെൻസസുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നമുക്കറിയാം 5 സെൻസസ് ആണല്ലോ അല്ലേ. അപ്പോൾ 5 സെൻസസ് നമുക്ക് ഒരു പഠനത്തിൽ എത്രമാത്രം കളിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിക്കാം. നമുക്ക് വായിക്കാം, കേൾക്കാം, നമ്മൾ തന്നെ ഓഡിയോ എടുക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞ് ഓഡിയോ ആയിട്ട് നമുക്ക് കേട്ടോണ്ട് നടക്കാം. അപ്പോൾ ലിസണായി നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പം നമ്മുടെ സ്കിന്നൊക്കെ നമുക്ക് പറ്റി നമുക്കൊന്ന് എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. പിന്നെ T എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആണ്. നമ്മൾ പരീക്ഷ എഴുതി നോക്കുക, നമ്മൾ തന്നെ സ്വന്തമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അതിന് നമുക്ക് തന്നെ ഉത്തരം എഴുതാൻ പറ്റുമോ, നമുക്ക് തന്നെ ഉത്തരം പറയാൻ പറ്റുമോ എന്ന് നോക്കുക. D, ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കണം. നമുക്ക് എന്ത് ചെയ്യണം? ഓരോ അരമണിക്കൂർ കൂടുന്തോറും ഒരു അര ഗ്ലാസ് വെള്ളം വെച്ച് കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ തന്നെ ഹൈജീനായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു നമുക്ക് വാട്ടറിൻ്റെ അംശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലേ. A എന്ന് പറയുന്നത് എലോങ് അവേർഡ് ക്രൗഡ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. ചില ആളുകൾക്ക് ഗ്രൂപ്പായിട്ട് പഠിക്കാനാണ് ഇഷ്ടം, അങ്ങനെയുള്ളവർ അങ്ങനെ പഠിക്കുക. ഇനി അതല്ല ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടെ പഠിക്കുന്നവരൊന്നും കാണില്ല. അപ്പം എന്ത് ചെയ്യണം? റൂമിലോ അല്ലെങ്കിൽ ഒരിടത്തോ മാറി നിന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കൂടുതലായിട്ട് നമുക്കൊരു ഏകാഗ്രതയൊക്കെ കിട്ടാൻ സാധ്യത. പിന്നെ Y എന്ന് പറയുന്നത് യോഗ, എക്സസൈസ്. നമുക്ക് എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബ്രെയിനൊക്കെ കൂടുതലായിട്ട് ആക്ടിവേറ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 9 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പഠനത്തിൽ ഉന്നത മാർക്ക് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി ഫോളോ ചെയ്യുമ്പോൾ ഈ ക്രൈസ്റ്റ് ഡേ ഈ ഒരു സിമ്പിൾ ഷോർട്ട് കട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും ഈ മെത്തേഡ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഓർമ്മ നിൽക്കുക കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഫുൾ ഫോം ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.